ഗുഡ് മോർണിംഗ് സർ. മൂപ്പർക്ക് ഈയിടെയായിട്ട് ഒരു ചെറിയ വലിവിന്റെ അസുഖം. പ്രായമൊക്കെ ആയി വരികയല്ലേ. കുറച്ചു നാളൊന്ന് വിശ്രമിക്കാൻ വിട്ടിട്ട് ഏതെങ്കിലും ചുറുചുറുക്കുള്ള പയ്യന്മാരെ സംഘടിപ്പിക്കുന്നതല്ലേ ഭംഗി. ശരിയാ, ഞാനും അത് ആലോചിക്കായിരുന്നു. ഭാസിപ്പിള്ള കുറച്ചു നാൾ വിശ്രമിക്കട്ടെ. നമുക്ക് തൽക്കാലം പുതിയ പിള്ളേരെ ആരെങ്കിലും നോക്കാം. എന്താ? അയ്യോ, എന്റെ കാര്യമല്ല, മൂപ്പരുടെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഓ അങ്ങനെ. അപ്പൊ പകരം ആരെ വേണമെന്നാണ്? പകരം നമുക്ക് ടാറ്റ എസ്റ്റേറ്റ് ഉണ്ട്, മാരുതി 1000 ഉണ്ട്, സ്റ്റാൻഡേർഡ് 2000 ഉണ്ട്, 118 ഉണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ ഒരു വിദേശിയെ നേരിട്ട് വരുത്താം. ഇതിനോടുള്ള പ്രധാന പരാതി ചേട്ടനറിയോ? ടൗണിൽ കൂടി പോകുമ്പോ ലോറി വരുന്നെന്നും പറഞ്ഞ് ചന്തപ്പിള്ളേര് കളിയാക്കുന്നു. അയ്യോ, ഇതൊന്നും ഞാൻ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ. എന്നാലേ ഞാൻ പറയാം, നേരാണ്. അതുകൊണ്ട് തന്നെയാ കോളേജിലേക്ക് ഞാൻ ബസ്സിൽ പോവാന്ന് വെച്ചത്. എടി കൊച്ചേ, ഈ വണ്ടിയെ പുച്ഛിക്കുന്നത് സ്വന്തം തന്തയെ തള്ളി പറയുന്നതിന് തുല്യമാ. ആ ഭാസിപ്പിള്ളേ, ഓ വണ്ടി. ആ മാലോചി, എന്തോ ഉത്സവം കഴിയുന്നത് വരെ വിരുന്നുകാർ വന്നും പോയിരിക്കും. രാത്രി കിടപ്പ് ഇവിടെ തന്നെ മതിയെന്ന് അമ്മ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. ആ ഇതാണോ ഇപ്പൊ ഒരു പുതിയ കാര്യം? ആദ്യമായിട്ടല്ലല്ലോ ഉത്സവം വരുന്നത്. ഓ എനിക്ക് അറിഞ്ഞതുപോലെ. ചേട്ടത്തി മറ്റേ കാര്യം. ഏത് കാര്യം? ചേട്ടാ ഒരു മിനിറ്റ്. എന്റെ കുഞ്ഞെ പുറകെ വിളിക്കരുത്. എന്താ? ഞങ്ങളുടെ കോളേജില്. അയ്യോ ഞാൻ മറന്നു, ഉഷയുടെ കോളേജിലെ ഇലക്ഷനാ. മോൾ എന്തായിട്ടാ മത്സരിക്കുന്നത്? ചെയർപേഴ്സൺ. അതിന് ജയിക്കുമ്പോ കൂട്ടുകാരികൾക്ക് ചെലവ് ചെയ്യണമെന്ന്. അത് ജയിച്ചാലല്ലേ. അതെന്താ കേശുകുട്ടി അങ്ങനെ പറഞ്ഞത്? മേപ്പാട്ട് പുരയ്ക്കുള്ള കുഞ്ഞുങ്ങൾ എവിടെയാ തോറ്റിട്ടുള്ളത്? ആ ശരി ശരി, ജയിച്ചു. അതിന് ഫ്രണ്ട്സിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ ഒരു സ്മോൾ എമൗണ്ട്. എന്ത് വരും ശിക്ഷ? ഒരു 100 രൂപ മതിയോ? അത് പോരാ. പിന്നെ 10-30 പേരുണ്ട്. 1000 രൂപ. 1000 രൂപയോ? ആ 500 രൂപയുടെ ആഘോഷമൊക്കെ മതി. ആ പിന്നൊരു കാര്യം, എങ്ങാനും തോറ്റാൽ പൈസ തിരിച്ചു തന്നേക്കണം. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിക, തോന്നുന്നതാകിലകിലം ഞാനിതെന്ന വഴി തോന്നേ. മാളു വന്നില്ലേടി? വന്നോമേ, പിന്നാമ്പറത്തുണ്ട്. ഇവളെന്താ ഈ മൂടി പതിച്ചു കിടക്കുന്നേ? പച്ചവെള്ളത്തിൽ കുളിച്ചു കാണും. കൂടുന്നുണ്ട് തന്നെ ഇഷ്ടം. ഞാനിപ്പൊ പറഞ്ഞു കൊടുക്കും. പരിഷ്കാരം നോക്കി ഉള്ള മുടിയൊക്കെ മുറിച്ചു കളഞ്ഞ കാര്യം ചതിക്കില്ലേ ചേട്ടത്തി? കൊന്നുകളെ.